നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട നാടൻ തേങ്ങ ചമ്മന്തിയാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന സ്വാദ് കിട്ടും. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 7 വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് എടുക്കാം. 4 മുതൽ 5 ചെറിയ ഉള്ളി, കുറച്ച് കരിവേപ്പില, പിന്നെ വാളൻപുളി എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളൻപുളി, കൂടി പോയരുതേ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഈ ഒരു വലുപ്പത്തിന് മതിയാവും. അതുപോലെ തന്നെ ഒരു അരമുറി നാളികേരം കൂടി എടുത്തിട്ടുണ്ട്. നാളികേരം എടുക്കുമ്പോൾ നല്ല ഫ്രഷ് നാളികേരം തന്നെ എടുക്കണം കേട്ടോ, എന്നാലാണ് ഈ ചമ്മന്തിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആവുക. ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഇത് കൂടാതെ തന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ വറ്റൽമുളക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഈ മുളകൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മുളക് വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം കൂടിപ്പോയരുത്, അതുപോലെ തന്നെ മുളക് ഒത്തിരി മൂത്ത് പോവുകയും ചെയ്തത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മുളകൊന്നും വറുക്കാറില്ല അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, പ്രത്യേക ഒരു ടേസ്റ്റാണ്. മുളക് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. മുളകിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി തുടങ്ങാം. ഈ സമയം കൊണ്ട് ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അരച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി അടുത്തായിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുക്കാം. ഇതിലോട്ട് അരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളക് ചേർക്കുമ്പോൾ ചെറുതായിട്ടിങ്ങനെ മുറിച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാനായിട്ട് സാധിക്കും. കൈകൊണ്ട് മുറിക്കുന്നതിനെക്കാട്ടിലും സിസർ ഉപയോഗിച്ചിട്ടൊന്ന് മുറിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പില, വാളൻപുളി അതിൻ്റെ സീഡ് മാറ്റിയതിന് ശേഷം 2-3 ഒന്നിങ്ങനെ മുറിച്ചും കൂടി ചേർക്കുക. അങ്ങനെ ആകുമ്പോൾ അരയ്ക്കാനായിട്ട് കുറച്ച് ഈസി ആയിരിക്കും. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ, എന്നാലും മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ മിക്സിയുടെ സൈഡിലൊക്കെ ഉണ്ടാകും, അതൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കുക. 2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലോട്ട് നമുക്ക് നാളികേരം ചേർക്കേണ്ടത്. ഇതിപ്പോൾ ഒരു നാളികേരത്തിൻ്റെ പകുതി ആട്ടോ ചേർത്തേക്കുന്നത്. എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാളികേരം തന്നെ എടുക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 മുതൽ 3/4 കൂടി പോകണ്ട. അപ്പോൾ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു കളറ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കേണ്ട, എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാം. ഇനി ഇത് ഒരു പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ചമ്മന്തിക്ക് അരയ്ക്കുമ്പോൾ ഒരിക്കലും ഒരുമിച്ച് അരയ്ക്കരുത്, ഇതുപോലെ പൾസ് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഈ സമയം ഒന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചമ്മന്തിക്ക് അരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. കുറച്ച് ക്ഷമയോടുകൂടി 2-3 പ്രാവശ്യം ഇങ്ങനെ പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചമ്മന്തി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് സ്പൂണിലെടുത്തൊന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്, ഒത്തിരി അരഞ്ഞു പോകരുത്. ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ കിട്ടുക. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ലാസ്റ്റ് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയുടെ ചേർക്കാം. പച്ച വെളിച്ചെണ്ണയുടെ ചേർക്കുമ്പോഴാണ് ചമ്മന്തി കൂടുതൽ ടേസ്റ്റി ആവുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും എരിവും പുളിയും ഒക്കെ പാകത്തിനാണ്. ഈ ഒരു വീഡിയോയിൽ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി കേട്ടോ. അതായത് ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടി ഒരു ബോൾ ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് ഉരുട്ടി ഒന്ന് ബോൾ ഷേപ്പാക്കുക. അങ്ങനെ നമ്മുടെ സ്വാദേറിയ ചമ്മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്.
പ്രസൻറ്റേഷൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വാഴയിലയിൽ വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചമ്മന്തിയാണ്. ഈ ഒരു റെസിപ്പി മിക്കവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്, എങ്കിലും തുടക്കക്കാർക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. നല്ല ചൂട് ചമ്പാവരി ചോറ് അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞീരോടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്